ആറ്റിങ്ങൽ മാമം കന്നുകാലി ചന്തയുമായി ബന്ധപ്പെട്ട് ആറ്റിങ്ങൽ സബ് കോടതിയിലുണ്ടായിരുന്ന കേസുകളിൽ നഗരസഭയ്ക്ക് അനുകൂലമായ വിധി. 4.5 ഏക്കറോളം വരുന്ന വസ്തു പൂർണ്ണമായും നഗരസഭയ്ക്ക് അവകാശപ്പെട്ടതായി സബ് ജഡ്ജ് അർഷാദ് ഖാൻ AR വിധി പ്രസ്താവിച്ചതായി ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ M. പ്രദീപ് അറിയിച്ചു. നഗരസഭയ്ക്ക് അനുകൂലമായി വിധിച്ചിരിക്കുകയാണ്. ഈ ഡിസംബർ 16-ാം തീയതിയാണ് വിധി ഉണ്ടായത്. ഇപ്പോൾ ആ വിധി വന്നതോടുകൂടി 2 കേസായിരുന്നു. ഒന്ന് നഗരസഭയ്ക്ക് എതിരായിട്ട് കൊടുത്തതും നഗരസഭയ്ക്ക് വേണ്ടി നഗരസഭ കൊടുത്തതും പൂർണ്ണമായ അവകാശം സ്ഥാപിച്ച് കിട്ടാൻ വേണ്ടി നഗരസഭ കൊടുത്തതുമായിട്ടുള്ള കേസാണ്. നഗരസഭയ്ക്ക് എതിരായിട്ട് കൊടുത്ത കേസ് അപ്പീല് തള്ളുകയും നഗരസഭയുടെ ഭാഗം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി ഈ വസ്തു 4 ഏക്കറോളം വരുന്ന വസ്തു നഗരസഭയ്ക്ക് സ്വന്തമായി കഴിഞ്ഞിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായി നഗരസഭയുടെ അധീനതയിലും കൈവശവും ഉണ്ടായിരുന്ന കാലിച്ചന്ത നടന്നു വന്നിരുന്ന 4.5 ഏക്കറോളം വസ്തുവിൽ അവകാശം സ്ഥാപിച്ചു കിട്ടുന്നതിന് രാജകൊട്ടാരവുമായി ബന്ധമുണ്ടെന്ന് പറയുന്ന ചിലർ 2006-ലാണ് ആറ്റിങ്ങൽ മുൻസിഫ് കോടതിയെ സമീപിച്ചത്. 2006-ലാണ് കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. നിങ്ങൾ കണ്ടെത്തുകയോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്നതോ ആയിട്ടുള്ള കാര്യമാണ് കേസിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ചില വിവാദങ്ങളുണ്ട്. നഗരസഭയ്ക്കെതിരായിട്ട് വിധി വന്നു, നഗരസഭയ്ക്ക് ഭൂമി നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ബോധപൂർവമായിട്ടുള്ള ശ്രമം നടന്നു. 2015-ൽ ഇരു കൂട്ടർക്കും പ്രത്യേക അവകാശങ്ങളൊന്നും തീരുമാനിക്കാത്ത വിധിയാണ് ഉണ്ടായത്. ഇതിനെതിരെയാണ് അവകാശം സ്ഥാപിച്ചു കൂട്ടുന്നതിനും ഇരു കൂട്ടരും ആറ്റിങ്ങൽ സബ് കോടതിയെ സമീപിച്ചത്. കേസ് ആരംഭിക്കുന്നതിന് മുന്നോടിയായി അന്നുണ്ടായിരുന്ന ചില റവന്യൂ ഉദ്യോഗസ്ഥർ വ്യാജരേഖകൾ ഉണ്ടാക്കുന്നതിനും ഈ വസ്തു രാജകൊട്ടാരവുമായി ബന്ധപ്പെട്ട ചിലർക്കുള്ളതാണെന്ന വ്യാജ പ്രചരണവും ചില കേന്ദ്രങ്ങൾ വഴി നടത്തുകയുണ്ടായി. കോടതി വിചാരണയിലിരിക്കെ വസ്തു വിൽപ്പനയ്ക്കെന്ന പരസ്യങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയും നഗരസഭയ്ക്കെതിരായി വ്യാജ പ്രചാരണവും നടത്തി വേലികെട്ടി കൈവശപ്പെടുത്താനും ചില റിയൽ എസ്റ്റേറ്റ് മാഫിയ സംഘങ്ങളുടെ ശ്രമവും നടന്നു. ഈ വസ്തു വിൽപ്പനയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഓൺലൈൻ മാധ്യമത്തിൽ പരസ്യവും വന്നു. ഈ വസ്തു ദേശീയപാതയ്ക്കരികിലുള്ള ഈ വസ്തു എന്ന് പറഞ്ഞിട്ട് വിൽക്കാൻ വേണ്ടിയുള്ള പരസ്യവും വന്നു. അപ്പോൾ വിവിധ മാർഗങ്ങളിലൂടെ ഈ വസ്തു അന്യാധീനപ്പെടുന്നു എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം നടന്നു. അത് മാത്രമല്ല, അതിനൊക്കെ ശേഷം ഇപ്പോൾ സംഭവിച്ചത് ഈ വസ്തുവിൽ മറ്റൊരു അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ ഇവിടെ വിവരാവകാശം തരികയും അത് ആരുടെ പേരിലാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ പറയുന്നില്ല. ഒരു മഹത് വ്യക്തിയുടെ പേരിലാണ്, അദ്ദേഹത്തിന് അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പുതിയ അവകാശവാദവുമായി ചിലർ വന്നത്. അപ്പം ഇങ്ങനെ വിവിധ മാർഗങ്ങളിലൂടെ ഈ വിധി യഥാസമയം ഉണ്ടാകാതിരിക്കാനും അതുപോലെ ആളുകളുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ പരത്തി നഗരസഭയ്ക്കും അതുപോലെ നഗരസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവർക്കും ഒരു അപകീർത്തികരമായിട്ടുള്ള വിഷയം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയത്. ഇതെല്ലാം നേരിട്ടുകൊണ്ടാണ് സബ് കോടതിയിൽ നിന്ന് വിധി ഉണ്ടായത്. മുൻസിഫ് കോടതി വിധിക്കെതിരെ 2016-ലാണ് സബ് കോടതിയിൽ അപ്പീൽ കൊടുക്കുന്നത്. 2 കൂട്ടരും 25, 38 നമ്പറായി അപ്പീൽ കൊടുക്കുന്നത് 2016-ലാണ്. അതിന്മേലുള്ള വിധിയാണ്, അപ്പീൽ വിധിയാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇതിനെയെല്ലാം നേരിട്ടാണ്
നഗരസഭ ആത്മവിശ്വാസത്തോടെ കേസിൽ ഉറച്ചുനിന്ന് അനുകൂലമായ വിധി സമ്പാദിച്ച് വസ്തു കൈവശമാക്കിയത്. നഗരസഭയ്ക്ക് വേണ്ടി അഭിഭാഷകരായ രാജഗോപാൽ, ആർ രാമചന്ദ്രൻ നായർ എന്നിവർ കോടതിയിൽ ഹാജരായി. വിധിയുടെ അടിസ്ഥാനത്തിൽ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് രേഖകൾ ശരിയാക്കുന്നതിനായി തഹസീൽദാർ, വില്ലേജ് ഓഫീസർ, ഡിജിറ്റൽ സർവേ സൂപ്രണ്ട് എന്നിവർക്ക് കത്ത് നൽകിയതായി ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ എം പ്രദീപ് അറിയിച്ചു. തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Fashion jewelry, wholesalers and manufacturers. ആറ്റിങ്ങൽ, പോത്തങ്കോട്, ആലങ്കോട്, തൃശൂർ, ദുബായ്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.